ഞാൻ ചോദിക്കട്ടെ, അത് മുസ്ലിം ലീഗൊക്കെ ഞാൻ പറയണേ, മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ UDFന്റെ നട്ടെല്ലാണ്. എപ്പോഴൊക്കെ UDFനോ അല്ലെങ്കിൽ ഈവൻ കോൺഗ്രസിനോ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്, അപ്പോഴൊക്കെ ആ UDFന്റെ കെട്ടുറപ്പിന് വേണ്ടി മുന്നിട്ടിറങ്ങി പ്രവർത്തിച്ചിട്ടുള്ളതാണ്. മുസ്ലിം ലീഗിന് എപ്പോഴൊക്കെ മുസ്ലിം ലീഗിനെ ഈ തെരുവിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെതിരെ രാഷ്ട്രീയ ആക്രമണം ഉണ്ടായിട്ടുണ്ടോ, അപ്പോഴൊക്കെ മുസ്ലിം ലീഗിനും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്കും പ്രതിരോധം തീർത്ത പാർട്ടിയാണ് കോൺഗ്രസ്. രണ്ടുപേരും സഹോദരങ്ങളെ പോലെ അത്ര ഐക്യത്തിലും ഇഴയടുപ്പത്തിലും പോകുന്ന പാർട്ടിയാണ്. അവരെന്തെങ്കിലും ഞാൻ ചെയ്യട്ടെ, മുസ്ലിം ലീഗിന്റെ നിയമസഭാ കക്ഷി നേതാവ് ഇന്ന ആളാകണമെന്ന് കോൺഗ്രസ് പറയുമോ? കേരള കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവ് ഇന്ന ആളാകണമെന്നാണ് ഞങ്ങളുടെ താല്പര്യം. ഈ പറഞ്ഞതിൽ എവിടെയാണ് നമ്മൾ ലീഗ് വിരോധം അല്ലെങ്കിൽ ലീഗിനെതിരെ പറഞ്ഞതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇദ്ദേഹം ഇപ്പോൾ ഈ പറഞ്ഞ വാർത്താ സമ്മേളനത്തിൽ ഇദ്ദേഹം പറഞ്ഞതിൽ നിന്ന് ഒരു 30 സെക്കൻഡ് മാത്രം കട്ട് ചെയ്തിട്ട് അത് പ്രചരിപ്പിച്ചുകൊണ്ട്, അതായത് ലീഗിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ കോൺഗ്രസ് ഇടപെടാറില്ല, കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ലീഗ് ഇടപെടരുത് എന്നല്ല പറഞ്ഞ്, ഇടപെടാറില്ല. അതായത് ലീഗ് മാന്യരാണ്, അവരിടപെടാറില്ല, അല്ലെങ്കിൽ എന്നെ അവർ ഉപദ്രവിക്കാറില്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളിൽ അവൻ വന്ന് അനാവശ്യമായിട്ട് ഇടപെടാറില്ല എന്ന് പറഞ്ഞാൽ അവൻ നല്ലവനാണ്, അല്ലെങ്കിൽ അവൻ അതിനുള്ള മാന്യത കീപ്പ് ചെയ്യുന്നവനാണെന്ന് ആണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ വരികൾക്കിടയിലൂടെ അത് വായിച്ചെടുക്കേണ്ടത് നമ്മൾക്ക് കുറച്ച് ബോധമുള്ളവൻ്റെ ഉത്തരവാദിത്തമാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അതാണ്. പക്ഷേ അതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ആടിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആടിനെ കൊണ്ടുപോയിട്ട് തെങ്ങുമ്പോൾ കെട്ടിയിട്ട് തെങ്ങിനെക്കുറിച്ച് പറയണേ ഈ മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ എതിരാളികൾ അവരുദ്ദേശിച്ചത് എന്താണോ ആ കാര്യം ഇവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ കുറച്ചെങ്കിലും ചിന്തിക്കുന്നവർ മനസ്സിലാവും. അവരുദ്ദേശിച്ച കാര്യങ്ങൾ കറക്റ്റായിട്ട് നടന്നു. ലീഗിൻ്റെ ഫ്ലക്സിൽ നിന്ന് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഫ്ലക്സിൽ നിന്ന് മാത്യു കൊൾനാടൻ്റെ ആ ഫ്ലക്സിൽ കീറുന്ന ആ ഒരു വീഡിയോ, അതേപോലെ തന്നെ പല കാര്യങ്ങളും നമ്മൾ കാണും. പ്രതിഷേധമെന്നും പറഞ്ഞിട്ട് എന്താ പറയുക, എന്താ പറയുക, ഈ UDFൽ തന്നെ പ്രതിഷേധം എന്നും പറഞ്ഞിട്ട് ഇത്തരം അഭിപ്രായങ്ങൾ കാണിച്ചു വിട്ടിട്ട് ഈ ലീഗിൻ്റെ അണികളായി കഴിഞ്ഞാലും, കാരണം തെറ്റിദ്ധാരണ പരത്തിയതിൽ അവർ വിജയിച്ചു. അത് നിങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു. ലീഗിൻ്റെ അണികൾ അത് കറക്റ്റായിട്ട് ഏറ്റെടുക്കുകയും ചെയ്തു. അവർ വേറെ മുന്നോ പിന്നൊന്നും ചിന്തിച്ചില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു 6 മിനിറ്റ് വീഡിയോ മര്യാദക്ക് ഇരുന്നത്, ഒരു 6 മിനിറ്റ് വീഡിയോ ഉണ്ടാ 6 സംതിങ്, ആ വീഡിയോ മര്യാദക്ക് ഇരുന്ന് കണ്ടു. ഈ 30 സെക്കൻഡ് കണ്ട വീഡിയോ 6 മിനിറ്റ് ഇരുന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളത്. അല്ലാണ്ട് ലീഗിന് ലക്ഷ്മണരെ കണ്ട് അത് കടക്കരുത് എന്ന് അല്ലെങ്കിൽ കടക്കാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പാർട്ടിക്കും ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ UDF ആയി കഴിഞ്ഞാലല്ലേ, ഇപ്പോൾ കോൺഗ്രസ് ആയി കഴിഞ്ഞാലും ലീഗ് ആയി കഴിഞ്ഞാലും ഒന്നായിട്ട് അങ്ങോട്ട് പ്രവർത്തിച്ചാൽ പോരെ. അപ്പോൾ എന്തുകൊണ്ടാണ് ലീഗായി നിൽക്കുന്നതും കോൺഗ്രസ് ആയി നിൽക്കുന്നതും? അവർക്ക് അവരുടേതായിട്ടുള്ള ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്, ആഭ്യന്തര ചർച്ചകളുണ്ട്, ആഭ്യന്തരമായിട്ട് അവരെ ലീഡേഴ്സിനെ തെരഞ്ഞെടുക്കാനുള്ള അവകാശങ്ങളുണ്ട്. അതെല്ലാം കഴിഞ്ഞ് UDFിലേക്ക് വരുമ്പോഴുണ്ട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് വരുമ്പോൾ ചർച്ചയ്ക്ക് വരുമ്പോഴും നമ്മൾ പൊതു അഭിപ്രായം പറയാം. അവിടെ ലീഗിൻ്റെതായിട്ടുള്ള സ്പേസ് ഉണ്ട്, അതിനുള്ള അധികാരമുണ്ട്, പവറും ഉണ്ട്. അതെല്ലാം നമുക്കറിയാവുന്ന UDFിൻ്റെ നട്ടെല്ലാണ് ലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ UDFന് കോൺഗ്രസിന് എന്ത് പ്രശ്നമാണോ ലീഗ് വന്നിക്കും, ലീഗിന് എന്ത് പ്രശ്നങ്ങളും കോൺഗ്രസ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം വന്നിട്ടുള്ളൊരു ചെറിയ ബൈറ്റാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ബൈറ്റ് എടുത്തിട്ട് ഇപ്പോൾ ഈ വിവാദമാക്കിയിട്ടുള്ളത്. അത് എന്താ പറയുക, വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട് കോൺഗ്രസ് ലീഗുകാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും പ്രകടനം നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ പല നേതാക്കന്മാരും അത് തെറ്റിദ്ധരിക്കപ്പെടാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്ന ചില വാർത്താ സമ്മേളനങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇത്തരം ചെറിയ കാര്യങ്ങളൊക്കെ ഇത്തരം എന്താ പറയുക ഊതിപ്പെരിപ്പിച്ച് വലിയ പ്രശ്നങ്ങളാക്കി പിന്നീട് അത് എന്താ പറയുക മുറിവ് ഉണങ്ങാൻ പറ്റാത്ത മുറിവാക്കി മാറ്റണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ചെയ്യുന്ന പ്രവർത്തികൾ അത് കണ്ടിട്ട് ഇല്ല അത് ഞങ്ങൾക്കറിയാം പരിഹരിക്കാമെന്ന് പറഞ്ഞ് മാറുന്ന കുറച്ചൊക്കെ സംയമനം പാലിച്ചാലോ തീരാവുന്ന പ്രശ്നങ്ങളാണല്ലോ. കുറച്ചൊക്കെ നമ്മൾ എന്ത് രാഷ്ട്രീയത്തിലായി കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടില്ല എന്നോ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കുറച്ചൊരു സംയമനം, ഒരു സാവകാശം കൊടുക്കേണ്ടതുണ്ട്. അത് കൊടുക്കാതെ ചാടി കയറി പണ്ട് ഞാൻ പറഞ്ഞില്ല, ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ കേസിൽ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് പറ്റിയ ഒരു അബദ്ധം ആണത്. ഇപ്പോഴും ന്യായീകരിക്കുന്നുണ്ട് എല്ലാവരും. അത് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് എന്ന പേര് കേട്ടുടനെ അവർ മുഹമ്മദ് നബിയാക്കി മാറ്റി. അദ്ദേഹം ഉദ്ദേശിച്ച മുഹമ്മദ് അല്ല എന്ന് അദ്ദേഹം പിന്നീട് വാർത്താ സമ്മേളനത്തിലും പത്രസമ്മേളനത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയുള്ള ചില ചെറിയ കാര്യങ്ങളിൽ ചെറിയ തെറ്റിദ്ധാരണകൾ വലിയ വിവാദങ്ങൾ അല്ലെങ്കിൽ ഉണങ്ങാത്ത മുറിവായി മാറും എന്നുള്ളത് നമുക്ക് തെളിവുകൾ അത്യാവശ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ സംയമനം പാലിച്ചുകൊണ്ട് ഇപ്പോൾ കിട്ടിയ അധികാരം വളരെ ഫലപ്രദമായി ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടും വിനിയോഗിക്കാനുള്ള, അല്ലെങ്കിൽ അതിനുള്ള ഭാവി പദ്ധതികൾ തയ്യാറാക്കാതെ ഇത്തരം ചെറിയ നിസ്സാര സംഭവങ്ങൾ പിടിച്ച് അതിൽ കയറാതെ എന്താ പറയുക മറ്റുള്ളവരുടെ ആ ഒരു എന്താ പറയുക ആ ഒരു ഗെയിമിലെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ചരടുമലത്തെ ഇതാവാതിരിക്കുക. അവർ ഉദ്ദേശിച്ച കാര്യങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുന്നതിൽ അവർ പരമാവധി ഇപ്പോൾ വിജയിച്ച്. അപ്പോൾ ഇനിയെങ്കിലും അത് നമുക്കുള്ളൊരു ചതി ആണ് എന്ന് മനസ്സിലാക്കി പെരുമാറാൻ ശ്രമിക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.